നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലുള്ള ആത്മവിശ്വാസം വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ CPM-നില്ലെങ്കിലും തുടർ ഭരണം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പാർട്ടി. CPM വിട്ട് UDF പാളയത്തിലേക്ക് പോയ സുധാകരനും PK ശശിയും സുരേഷും ആയിഷ പൊയ്റ്റയും അൻവറും ഗോവിന്ദനുമൊന്നും ജയിക്കാൻ പോകുന്നില്ലെന്ന കണക്കുകൂട്ടലാണ് തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വൃത്തങ്ങളിലുള്ളത്. ഭരണവിരുദ്ധ തരംഗത്തിൽ LDF ഒലിച്ചു പോകുമെന്നും 100ഓളം സീറ്റുകൾ ലഭിക്കുമെന്നുമുള്ള UDF കണക്കുകൂട്ടൽ പക്ഷേ CPM കേന്ദ്രങ്ങൾ അപ്പടി തള്ളിക്കളയുകയാണ്. ഇടതു മുന്നണി ശക്തമായതും മുന്നണിയുടെ വോട്ട് ബാങ്കുകൾ അതേപടി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന വിശ്വാസവുമാണ് നേതാക്കൾക്കുള്ളത്. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട ഉയർന്ന പോളിംഗ് തുണയ്ക്കുമെന്ന് UDF വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും SIR ശക്തമായതിനെ തുടർന്നുള്ള മാറ്റമായാണ് ഇതിനെ LDF കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഉയർന്നത് LDF-നെയാണ് തുണച്ചതെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. UDF-നേക്കാൾ കൂടുതൽ മണ്ഡലങ്ങളിൽ സ്ഥിരമായി ജയിച്ചു വരുന്നത് LDF ആണ്. ഇക്കുറിയും അതിന് മാറ്റം വരില്ലെന്നുള്ള കണക്കുകൂട്ടലും CPM-നുള്ളിലുണ്ട്. 60ഓളം മണ്ഡലങ്ങൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നാണ് പാർട്ടിക്കുള്ളിലെ വിലയിരുത്തൽ. കാറ്റിലും കോളിലുമൊന്നും അടിപതറാത്ത കടുത്ത ഇടത് വേരോട്ടമുള്ള മണ്ഡലങ്ങളായാണ് ഇവയെ വിലയിരുത്തുന്നത്. കാൽ നൂറ്റാണ്ടായി ഇടതു സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചു വരുന്ന 22 നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. കാസർഗോഡ് മുതൽ ഇടുക്കി വരെ വിവിധ ജില്ലകളിലായി ഈ മണ്ഡലങ്ങൾ ചിതറിക്കിടക്കുന്നു. നേരിയ വോട്ടുകൾക്ക് LDF പരാജയപ്പെട്ട 4 മണ്ഡലങ്ങളിൽ ഇക്കുറി വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും നേതൃത്വത്തിനുണ്ട്. അടുത്ത പോരാട്ടം നടക്കുന്ന 30ഓളം സീറ്റുകളിൽ പകുതി ലഭിച്ചാൽ ഭരണം പിടിക്കാം. BJP കൂടുതൽ പിടിക്കുന്ന വോട്ടുകൾ പല മണ്ഡലങ്ങളിലും സാഹചര്യം ഇടതുമുന്നണിക്ക് അനുകൂലമാക്കുമെന്നാണ് പ്രതീക്ഷ. കടുത്ത മത്സരം നടക്കുന്ന കൊട്ടാരക്കര ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. ആയിഷ പൊയ്റ്റയ്ക്ക് കൊട്ടാരക്കര മണ്ഡലം ചിരപരിചിതമാണെങ്കിലും ആയിഷ പൊയ്റ്റയെ തുടർച്ചയായി വിജയിപ്പിച്ചത് ഇടത് വോട്ടുകൾ ആണെന്നാണ് CPM കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. VS അച്യുതാനന്ദന്റെ മുൻ PA A സുരേഷ് മത്സരിക്കുന്ന മലമ്പുഴയിൽ സുരേഷിന് ജയസാധ്യതയില്ലെന്നാണ് കണക്കുകൂട്ടൽ. VS നിലനിർത്തിയ സീറ്റിൽ VS-ന്റെ അനുയായിയായിരുന്ന A പ്രഭാകരനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. PK ശശി UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒറ്റപ്പാലം CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇവിടെ ശശിക്ക് ജയിച്ചു കയറുക പ്രയാസമാണെന്നാണ് വിലയിരുത്തൽ. ഈ രീതിയിൽ മണ്ഡലം അടിസ്ഥാനമായ കണക്കുകളിൽ ഊന്നൽ നൽകിയാണ് ഇടതുമുന്നണിക്ക് തുടർ ഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷ CPM നിലനിർത്തുന്നത്.